എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശിവപൂജയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് ഒരു കഥ പറയാം. പണ്ട് ശംബരൻ എന്നൊരു വേടൻ കാട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. ആരോഗ്യം കൊണ്ടും ശക്തി കൊണ്ടും വളരെ പ്രബലനായ ശംബരൻ ഏത് ക്രൂരമൃഗത്തെയും നിഷ്പ്രയാസം നേരിടുന്നതിൽ അതിസമർത്ഥനായിരുന്നു. ഒരിക്കൽ വേട്ട കഴിഞ്ഞ മാടത്തിലേക്ക് മടങ്ങുകയായിരുന്ന ശംബരൻ വഴിയിൽ ജീർണിച്ച് നാമാവശേഷമായി കിടക്കുന്ന ഒരു ശിവക്ഷേത്രം കാണുവാനിടയായി. ക്ഷേത്രഭിത്തികളും വാതിലുകളുമെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ആ ക്ഷേത്രത്തിൽ മഴയും മഞ്ഞും വെയിലുമേറ്റു കിടക്കുന്ന ഒരു ശിവലിംഗം ആ വേടൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അത്യധികം തേജസ്സുള്ള ആ ശിവലിംഗത്തെയും കയ്യിലെടുത്ത് ശംബരൻ കാട്ടിലൂടെ തൻ്റെ മാടത്തിലേക്ക് നടന്നു. മാർഗമധ്യേ വേട്ടയ്ക്കായി കാട്ടിലെത്തിയ പാഞ്ചാല രാജനെ കാണുവാൻ ഇടയായി. ശംബരൻ അദ്ദേഹത്തെ താണു തൊഴുതുകൊണ്ട് ഇപ്രകാരം ഉണർത്തിച്ചു: അല്ലയോ മഹാപ്രഭോ, അടിയനൊരു വേടനാണ്. വനത്തിൽ നാമാവശേഷമായി കിടക്കുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്നും അടിയന് ലഭിച്ചതാണ് ഈ ശിവലിംഗം. നീചജാതിക്കാരനായ അടിയന് പൂജാവിധികളൊന്നും തന്നെ അറിയുകയില്ല. അതിനാൽ ദയവുണ്ടായി അങ്ങ് നീചജാതിക്കൊത്ത പൂജാവിധികൾ എനിക്ക് പറഞ്ഞു തന്നാലും. വേടൻ്റെ വാക്കുകൾ ശ്രവിച്ച രാജാവ് സന്തോഷത്തോടുകൂടി വേടന് യോജിച്ച വിധത്തിലുള്ള പൂജാവിധികൾ ഇപ്രകാരം പറഞ്ഞു കൊടുത്തു. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ദേഹശുദ്ധി വരുത്തി ശിവലിംഗത്തെ പാറമേൽ വെച്ച് പുഴവെള്ളത്താൽ കുളിപ്പിക്കണം. പൂജ ചെയ്യുന്നവനാരോ അവൻ നിത്യവും തൻ്റെ വസ്ത്രവും പല്ലും വെളുപ്പിക്കണം. ശിവപൂജയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് ചുടലഭസ്മമാണ്. അതുകൊണ്ട് ചുടലഭസ്മം നീ ശരീരത്തിലും ശിവലിംഗത്തിലും പൂശണം. ഫലമൂലാദികളും വരിനെല്ലു ചോറും ചാമയും ഭഗവാന് നിവേദിക്കണം. ഒരിക്കലും ശൈവപൂജ കഴിയാതെ ഭക്ഷണം കഴിക്കുവാൻ പാടുള്ളതല്ല. പാഞ്ചാലരാജൻ്റെ ഉപദേശങ്ങൾ കേട്ട ശംബരൻ മാടത്തിലെത്തിയ ഉടൻ ദേഹശുദ്ധി വരുത്തി ഒരു പാറപ്പുറത്ത് ശിവലിംഗം പ്രതിഷ്ഠിച്ച് പുഴവെള്ളം കൊണ്ടുവന്ന് സ്നാനം കഴിപ്പിച്ചു. കാടായ കാടെല്ലാം അലഞ്ഞു തിരിഞ്ഞ് കൊണ്ടുവന്ന ചുടലഭസ്മം തൻ്റെ ദേഹത്തും ശിവലിംഗത്തിലും പൂശുകയുണ്ടായി. നെല്ലും ചോറും കാട്ടിൽ ലഭിക്കാത്തതിനാൽ യഥാശക്തി അനുസരിച്ച് ചുട്ട മാംസമാണ് ശംബരൻ ഭഗവാന് നിവേദിച്ചത്. പുലിത്തോല് വിരിച്ചതിലിരുന്ന് ശ്രീ പരമേശ്വരന് നിവേദ്യങ്ങൾ അർപ്പിച്ച് പുഷ്പാഞ്ജലി നടത്തുന്ന ശംബരൻ്റെ ചെയ്തികൾ നോക്കി നിൽക്കാറുള്ള വേടത്തിയും ഭഗവത് ഭക്തിയാൽ പൂജാവിധികൾ നിർവഹിക്കുവാൻ തുടങ്ങി. എന്നും ശിവലിംഗ പൂജ നിർവഹിക്കുന്ന ശംബരൻ പൂജ കഴിഞ്ഞ പ്രസാദം വേടത്തിക്ക് നൽകുകയും അവളത് ഭക്തി പുരസ്സരം ഭക്ഷിക്കുകയും പതിവാക്കി. വർദ്ധിച്ച ഭക്തിയാൽ വേടത്തി ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് സമീപം തന്നെ ഒരു പർണശാല തീർത്ത് അതിൽ താമസവുമാക്കി. മാസങ്ങൾ പലതു കഴിഞ്ഞു. ഒരിക്കൽ
ചുടലഭസ്മം തേടി വളരെ അലഞ്ഞിട്ടും അതു ലഭിക്കാതെ വന്ന ശംബരന് അതീവ ദുഃഖവും നിരാശയുമുണ്ടായി. ഭഗവത് പൂജയ്ക്ക് ഒരിക്കലും വിഘ്നം സംഭവിക്കരുതെന്ന് മനസ്സിലുറപ്പിച്ച ശംബരൻ തൻ്റെ പ്രിയപത്നി പടുത്തുയർത്തിയ പർണശാലയ്ക്ക് തീവച്ചു. ആ പർണശാലയിൽ തൻ്റെ വേടത്തി ഉണ്ടായിരുന്ന കാര്യം ശംബരൻ ചിന്തിച്ചതേയില്ല. ആശ്രമത്തോടൊപ്പം അവളും വെന്തുവെണ്ണീറായി. യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ ശംബരൻ ആ ഭസ്മമെടുത്ത് തൻ്റെ ദേഹത്തും ശിവലിംഗത്തിലും പൂശി യഥാവിധി പൂജകൾ നിർവഹിച്ചു. നിത്യേനയുള്ള പതിവനുസരിച്ച് പൂജ കഴിഞ്ഞ ശംബരൻ പ്രസാദം നൽകാനായി തൻ്റെ പ്രിയപത്നിയെ വിളിച്ചു. അത്ഭുതമെന്നു പറയട്ടെ, അപ്പോഴതാ ചിരിച്ചുകൊണ്ട് ഇരു കൈകളും നീട്ടി പ്രസാദം ഏറ്റുവാങ്ങുവാൻ വേടത്തി തൊട്ടരുകിൽ നിൽക്കുന്നു. ആശ്രമത്തോടൊപ്പം താൻ ഭാര്യയെയും അഗ്നിക്കിരയാക്കിയ കാര്യം ഓർമ്മിച്ചുപോയ ശംബരൻ തികച്ചും അതിശയിച്ചുപോയി. അത്ഭുതമൂറുന്ന മിഴികളോടെ തന്നെ നോക്കി നിൽക്കുന്ന ശംബരനോടായി വേടത്തി പറഞ്ഞു, അല്ലയോ നാഥ, ചുടലഭസ്മം ലഭിക്കാതെ വന്നതിനാൽ ശിവപൂജ ഒരിക്കലും മുടങ്ങരുതെന്ന ചിന്തയിൽ ആശ്രമത്തോടൊപ്പം എന്നെയും അഗ്നിക്കിരയാക്കിയെങ്കിലും ആ തീജ്വാലകൾ എന്നെ സ്പർശിച്ചതേയില്ല. ആശ്രമം കത്തിയമരുമ്പോൾ പിന്നീട് എന്തുണ്ടായി എന്ന് എനിക്ക് ഓർമ്മയുമില്ല. അങ്ങയുടെ വിളി കേട്ടാണ് ഞാൻ ഉണർന്നത്. ഈ അത്ഭുതങ്ങൾക്കെല്ലാം കാരണം മുടങ്ങാതെ അങ്ങു ചെയ്തു വന്ന ശിവലിംഗ പൂജയുടെ മാഹാത്മ്യം ഒന്നുതന്നെയാണ് എന്ന് എനിക്ക് ബോധ്യമായി. വേടത്തിയുടെ വാക്കുകൾ കേട്ട ശംബരൻ അതീവ സന്തുഷ്ടനായി ശിവലിംഗ പൂജയുടെ മാഹാത്മ്യം നേരിട്ടറിഞ്ഞ ഇരുവരും ഭക്തിപുരസരം ശ്രീപരമേശ്വരനെ സ്തുതിച്ചു. ക്ഷണനേരം കൊണ്ട് പുഷ്പക വിമാനത്തിൽ വന്നിറങ്ങിയ ശിവഭൂതങ്ങൾ ശംബരനെയും പത്നിയെയും വഹിച്ചുകൊണ്ട് ശിവലോകത്തേക്ക് ചെന്നു. ശക്തിക്കനുസരിച്ചാണെങ്കിലും മുടങ്ങാതെ ശിവലിംഗ പൂജ നിർവഹിച്ച ശംബരനും പത്നിയും അങ്ങനെ ശിവപാദത്തിൽ ലയിക്കുകയുണ്ടായി. ശംബരചരിതം വളരെ ഭക്തിയോടെ കേൾക്കുന്നത് അത്യുത്തമമെന്ന് ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും ശംബരചരിതം കേൾക്കുക. എല്ലാവർക്കും മഹാദേവനിൽ ഭക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.